ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, ആവശ്യമായ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ തരണം, സംഭാവനകൾ നൽകണം, പരമാവധി ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യണം. ജനങ്ങളുടെ വിവിധ ജീവിത പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ശമ്പള പരിഷ്കരണം നടക്കുമോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കയാണ്. നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ഇതിനകത്ത് ചെയ്തതാണ്. പക്ഷേ വീണ്ടും ആളുകളുടെ ഒരു ഡിമാൻഡ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയത് പറയണം. ശരിക്കും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഒരു പരിമിതിയുള്ളത്, സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പരിമിതി സമയമാണ്. കാരണം ഒരു ശമ്പള പരിഷ്കരണം വന്നാൽ അതിനൊരു കമ്മിറ്റി വയ്ക്കേണ്ടി വരും. ആ കമ്മിറ്റി പഠനം നടത്തണം. സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി എന്ന് പറഞ്ഞാൽ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തണം. നിലവിലുള്ള ശമ്പള പരിഷ്കരണത്തിലെ അനാമലി പരിശോധിക്കണം. മാത്രമല്ല, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലെ പല അനാമലികളും ഇതുവരെ പരിഹരിച്ച് കൊടുത്തിട്ടില്ല. സാമ്പത്തിക ബാധ്യത വരുമെന്ന് പറഞ്ഞിട്ട് പലതും പരിഹരിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ കഴിഞ്ഞതേ പരിഹരിച്ചില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ പുതിയതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യാൻ 1-2 വർഷം എടുക്കുന്നതാണ് സാധാരണ പ്രൊസീജിയർ. റോക്കറ്റ് വേഗത്തിൽ നമ്മൾ പോയെന്ന് വിചാരിക്കുക. ഒരു കമ്മിറ്റി വെച്ചു, പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല. അതാണ് ശമ്പള പരിഷ്കരണ കമ്മിറ്റിയുടെ ലക്ഷണങ്ങൾ കാണുന്നില്ല. സർവീസ് സംഘടനകൾക്കും ഇത് വേണ്ട. അവർ ഇതൊക്കെ മതിയാക്കി. അവർ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആരവത്തിലേക്ക് നിൽക്കുകയാണ്. നമ്മൾ നവംബർ ഡിസംബറിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട് എന്തായാലും. അപ്പോൾ ചിലപ്പോൾ കമ്മീഷനെ വയ്ക്കുമായിരിക്കും. അതിന് മുന്നേ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് തലേദിവസമോ അതിൻ്റെ തലേദിവസമോ ചിലപ്പോൾ കമ്മീഷന് വയ്ക്കുമായിരിക്കും. പക്ഷേ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരണം. ആ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനി അങ്ങനെ ഹറിബറിയായിട്ടൊരു കാര്യം ഉണ്ടാക്കിയാൽ പലരുടെ പേ സ്കെയിലും കാണത്തില്ല. അതിനകത്ത് പലർക്ക് വെച്ചാറേ കാണത്തില്ല, ആനുകൂല്യങ്ങളൊന്നും കാണത്തില്ല. അങ്ങനെ ഹറിബറിയായിട്ടാണ് ഒരു പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ 1 വർഷം 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷക്കാലം സമയമെടുത്ത് കൃത്യമായൊരു കമ്മിറ്റി വെച്ച്, പേ കമ്മീഷനെ വെച്ച്, ആ കമ്മീഷൻ കൊണ്ടുവരുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി സമസ്ത ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് ചർച്ച ചെയ്ത് കൊണ്ടുവരാൻ സമയമെടുക്കും. പക്ഷേ ആ ഒരു പ്രോസസ്സിനുള്ള ടൈം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് വെറും പുകയായി മാറും. അഥവാ നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ശമ്പള പരിഷ്കരണമായിരിക്കും ഉണ്ടാകുക. യഥാർത്ഥത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവകാശപ്പെട്ട ഒരു ശമ്പള പരിഷ്കരണം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് പറയുമ്പോഴാണ് നമ്മുടെ സർവീസ് സംഘടനകൾ, പ്രത്യേകിച്ച് ഭരണകക്ഷി സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ, വളരെ ശക്തമായ സംഘടന, NGO യൂണിയനുണ്ട്, KGO ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ KGUF ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷേ ഈ സംഘടനകളെല്ലാം KGF ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് BMS-നുണ്ട്, അതുപോലെ തന്നെ അതായത് BJPയുടെ BMS-നുണ്ട്, കോൺഗ്രസിനുണ്ട്, CPM-നുണ്ട്, CPI-ക്കുണ്ട്, പിന്നെ RSPക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ മുസ്ലിം ലീഗിനുണ്ട്, ചെറിയ സംഘടന. അത് കഴിഞ്ഞ് കേരള കോൺഗ്രസിനുണ്ട്. എല്ലാവർക്കും ചെറിയ സംഘടനകളുണ്ട്. പക്ഷെ പറഞ്ഞിട്ടുണ്ട് കാര്യം, ഒരാൾ പോലും ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നില്ല. ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഇറക്കുന്നൊരു നോട്ടീസിൽ 16 കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കും എന്നുള്ളതല്ലാതെ ഇൻറ്റൻസീവായി അഗ്രസീവായി ഇത് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ചിരിക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണം, ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ജനങ്ങൾക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും അവർ ഭരണകക്ഷിയുടെ ആളുകളാണെങ്കിൽ അവർ മിണ്ടത്തില്ല. പ്രതിപക്ഷത്തിൻ്റെ ആളുകൾ പറഞ്ഞാൽ ഒട്ടും ചെയ്യുകയും വേണ്ട. അപ്പോൾ നല്ല രസമാണ്. എന്തായാലും ശമ്പള പരിഷ്കരണം ഇനി എന്നുണ്ടാവുമെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വമാണ്. അതിന് തീരുമാനമെടുത്താൽ പോലും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സമയം ഇല്ല. അങ്ങനെ ഹറിബറിയായിട്ട് ചെയ്താൽ അനാമലികൾ കൂടുക തന്നെ ചെയ്യും.